നമസ്കാരം ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ചിലവാക്കാതെ വീട്ടിൽ തന്നെ ഒരു അടിപൊളി വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ പാക്കേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കേജ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം, എവിടെ നിന്ന് എങ്ങനെ ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വൈറസ് ജലജന്യ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു എമൗണ്ടൊന്നും ചിലവില്ലാതെ, അതായത് തുച്ഛമായ ഒരു എമൗണ്ടിൽ തന്നെ നമുക്ക് വീട്ടിലൊരു 3 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എനർജി ഫ്രീ ആണ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടോ ഗ്യാസ് ഉപയോഗിച്ചിട്ടോ എന്നല്ല ഇത് വർക്കാവുന്നത്. നമ്മുടെ ടാപ്പ് വാട്ടറിൽ തന്നെ കണക്ട് ചെയ്ത് നല്ല അടിപൊളി 3 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റമാണത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, പിന്നെ അതെങ്ങനെ ഇതിൽ കണക്ട് ചെയ്യണം, പിന്നെ എങ്ങനെ അതിൻ്റെ സിസ്റ്റം വർക്കാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ അറിവിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ചെയ്തിടുക. നമുക്ക് ഇതെങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് കിട്ടിയ അക്വാവിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് 2 സെറ്റ് ട്യൂബാണ്. ഒന്ന് ഇൻലെറ്റിനും ഒന്ന് ഔട്ട്ലെറ്റിനും ഫുഡ് ഗ്രേഡ് ഹോസാണ്. അടുത്തത് വരുന്നത് നമ്മുടെ RO മെംബ്രെയിൻ്റെ ഹൗസിംഗ് ആണ്. അതാണ് റിവേഴ്സ് ഓസ്മോസിസ് അത് ചെയ്യുന്നതിൻ്റെ ഹൗസിങ് അക്വാവിൻ്റെ തന്നെയാണ്. പിന്നെ അടുത്ത വരുന്നത് RF മെംബ്രെയിനാണ്. പിന്നെ ഒരു PP ഫിൽറ്ററുണ്ട്, അത് ആൽക്കലൈൻ കോപ്പർ മിനറൽ ഫിൽറ്റേഴ്സ് എന്നൊക്കെയാണ് പേര്. അടുത്തതൊരു കാർബൺ ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രാക്കറ്റുകളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഹൗസിങ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ PP ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം വെള്ളം കളക്റ്റ് ആവുന്നതിലാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓറിങ് കളഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാറിപ്പോകാൻ ശ്രദ്ധിക്കുക. ഇത് ഇട്ടില്ലെങ്കിൽ ലീക്കാവും. പിന്നെ വരുന്നത് ഒരു ടൈറ്റ് ചെയ്യാനുള്ളൊരു ടൂള്, പിന്നെ കുറച്ച് എൽബോസ് കണക്ട് ചെയ്യാനുള്ള ടെഫ്ലോൺ ടേപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്ക്രൂസ് ഒരു 2 ഫിഷേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ 2 ടൈപ്പ് സ്ക്രൂസ് ഉണ്ട്, അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിനി ഇത് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കാർബൺ ഫിൽറ്ററാണ്, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലുള്ള സാധനമാണിത്. പിന്നെ ഇത് PP ഫിൽറ്ററാണ്. PP ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന ഫിൽറ്റർ. അത് ഈ ഒരു മെയിൻ ഹൗസിങ്ങിൻ്റെ അകത്താണ് പോകുന്നത്. പിന്നെ അടുത്തത് RO മെംബ്രെയിൻ. ഇതാണ് ശരിക്കും വൈറസിനെയൊക്കെ കൊള്ളുന്ന ഒരു മെംബ്രെയിൻ. അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിലേ വയ്ക്കാൻ പറ്റൂ. അത് ഈ ഒരു RO ഹൗസിങ്ങിൻ്റെ അകത്ത് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഈ മേളിലായിട്ടായിരിക്കണം അതിൻ്റെ ഈ റബ്ബർ ഓറിങ് വരുന്ന ടൈപ്പ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തത് ഇനി നമുക്ക് ഈ PP ഫിൽറ്റർ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹൗസിങ്ങിൻ്റെ മേളത്തെ പോർഷൻ താഴെ വെച്ചിട്ട് ഇതുപോലെ ഈ ഫിൽറ്റർ വെച്ച് ഓറിങ് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഇതെടുത്ത് മേളിൽ നിന്ന് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും ഇങ്ങനെയല്ല, എന്നാലും ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്കും ഫിൽറ്ററിൻ്റെ അടിഭാഗം കറക്റ്റ് അതിൽ തന്നെ ആ ഒരു ഇതിൽ സ്യൂട്ടായിട്ടിരിക്കും. നമ്മുടെ പ്രീ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എൽബോസും ബാക്കിയുള്ള സംഭവങ്ങളും ബ്രാക്കറ്റ്സും ഒക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് തന്നെ ഫിറ്റ് ചെയ്യാം. ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ബ്രാക്കറ്റ് എടുത്തിട്ട് നീളം കുറഞ്ഞ സ്ക്രൂ ആണ് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. അതായത് ഹെഡ് നല്ല വലിപ്പമുള്ള നീളം കുറഞ്ഞ സ്ക്രൂ ആണ് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇതിന് ആവശ്യമായിട്ടുണ്ട്. ജസ്റ്റ് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്ക്രൂ അകത്ത് പോയി നല്ല രീതിക്ക് ടൈറ്റ് ആയിക്കോളും. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് എല്ലാ സംഭവങ്ങളും ഈ എൽബോസും കണക്റ്റേഴ്സും ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ആവശ്യത്തിന് ടെഫ്ലോൺ ടേപ്പ് ചുറ്റുക. ടെഫ്ലോൺ ടേപ്പ് ചുറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഇത് ചുറ്റുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ പൈപ്പ് എന്നുള്ള ഔട്ട്ലെറ്റാണ്. പിന്നെ അടുത്ത നമ്മൾ RO ഫിൽറ്റർ. അപ്പോൾ RO ഫിൽറ്റർ ഈ മോഡൽ RO ഫിൽറ്റേഴ്സിൻ്റെ ഹൗസിങ്ങിൽ ഇൻപുട്ട് എവിടെയാണ്, ഔട്ട്പുട്ട് എവിടെയാണ്, ഫ്ലഷ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കി ഫിറ്റ് ചെയ്യുക. കാര്യം ഇതിൽ വെള്ളം ഫ്ലഷ് ചെയ്ത് കളയാനുള്ളതുകൊണ്ട്, അത് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഫ്ലഷ് ചെയ്ത് കളയാനായിട്ടാണ്
ആ ഒരു ഫ്ലഷ് ഔട്ട് കൊടുത്തേക്കുന്നത്. ഈ വലിയ അടപ്പ് വരുന്ന സ്ഥലത്താണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എൽബോസ് അവിടെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എൽബോ ഫിറ്റ് ചെയ്യുക എല്ലാത്തിലും ഇതേപോലെ തന്നെ ടെഫ്ലോൺ നമ്മൾ നല്ല രീതിക്ക് ചുറ്റിയേക്കണം. ചുറ്റിയില്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഹാൻഡ് ടൈറ്റ് മതിയാവും. എക്സസ് ടൈറ്റ് ചെയ്തത് ഒടിഞ്ഞ് കയ്യിൽ വരും. പിന്നെ അവസാനം ഈ സാധനം വേറെ വാങ്ങിയിട്ട്. അടുത്ത ഇനി ഹോസാണ്. ഹോസ് നമുക്ക് ഇൻലെറ്റിനും ഔട്ട്ലെറ്റിനും വെവ്വേറെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ് കണക്ട് ചെയ്യുന്ന രീതി തെറ്റായിട്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്ലെറ്റിലും ഇൻലെറ്റിലും വരുന്ന വ്യത്യാസം സൂക്ഷിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഈ മെയിൻ ഹൗസിങ്ങിൻ്റെ മേളിലായിട്ട് അത് എഴുതിയിട്ടുണ്ട്, എവിടെയാണ് ഇൻപുട്ട് എവിടെയാണ് ഔട്ട്പുട്ട് എന്നുള്ളത്. അത് വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഈ ടൈപ്പ് ഹൗസിംഗ് ആണെങ്കിൽ എന്തായാലും ഇതുപോലെ തന്നെ ചെയ്യുക. 90% വീഡിയോസിൽ ഇത് തിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ RO ഫിൽറ്റേഴ്സിലുള്ള ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു എൽബോ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ROയിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത്. അത് നമ്മുടെ കാർബൺ ഫിൽറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കാർബൺ ഫിൽറ്റർ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. ഈ കാർബൺ ഫിൽറ്ററിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, വെള്ളം എങ്ങോട്ടാണ് പോകാനുള്ളത് എന്നുള്ളത്, ഇൻലെറ്റ് ഏതാണ് ഔട്ട്ലെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇതാണ് നമ്മുടെ ഇൻലെറ്റ്. ഇത് ഈ RO ഫിൽറ്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനും നമുക്കവിടെ ഒരു എൽബോ ഫിറ്റ് ചെയ്യാം. ഹോസ് ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്താൽ മതി. പല വീഡിയോസിലും അനാവശ്യമായിട്ട് നല്ല രീതിക്ക് നല്ല നീളത്തിന് ഹോസ് ഇട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രഷർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നോർമൽ ഇപ്പോൾ ഒരു നില വീടൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ പ്രഷർ ഇതിൽ കൂടി വരുമ്പോഴത്തേക്കും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഹോസിൻ്റെ നീളം കൂടുകയാണെങ്കിൽ പ്രഷറും കുറവായിരിക്കും. ഫ്ലഷിനും ഇൻലെറ്റിനും, അതായത് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനും ഫ്ലഷിനും നീല കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് അത് രണ്ടും ഇംപ്യൂറായിട്ടുള്ള വെള്ളമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇനി മെയിൻ ഹൗസിങ്ങിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലഷിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നീളത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ പിന്നെ ഇതൊരു ടാപ്പ്, അതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. അതെവിടെ കണക്ട് ചെയ്യുന്നുണ്ടും ദോഷമില്ല. അപ്പോൾ എനിക്കിവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എളുപ്പം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തള്ളിയാൽ ഇത് അകത്ത് കയറും. ജസ്റ്റ് ഓൺ ഓഫ് ഉണ്ട്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. വേറെ സ്പെഷ്യലായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമ്മുടെ പ്രീ ഫിറ്റിംഗ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ ഹോസ് കണക്ട് ചെയ്യുക, എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ഫിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് പരിപാടികളൊന്നും ഇനി ഇതിലില്ല. ഇപ്പോൾ ഈ വെള്ള ഹോസാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാ ഇൻലെറ്റിനും, അതായത് പ്യുവറായിട്ടുള്ള വെള്ളത്തിൽ ഹോസ് വൈറ്റ് കളർ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബ്ലൂ, ഏതാണെന്ന് വെച്ചാൽ മാറിയും തിരിഞ്ഞും കണക്ട് ചെയ്യരുത്. ഇപ്പോൾ ഫ്ലഷിനൊക്കെ നീല കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ മെയിൻ ടാപ്പിൻ്റെ എക്സ്റ്റൻഡറാണ്. മെയിൻ ടാപ്പിൻ്റെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഈ വെള്ളം ഒരു 2 മണിക്കൂറത്തേക്കും ഈ വെള്ളം ഇതിൽ കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാം. കാര്യം ഇതിൽ ഉള്ള കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ടേസ്റ്റും ബാക്കിയുള്ള ആസിഡിറ്റിയൊക്കെ പോകാനായിട്ടാണ് അവർ പറയുന്നത്. ഈ 2 മണിക്കൂറോളം നമ്മളിതുപോലെ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ കരുതി ഈ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കുന്നതിന് പകരം നമ്മുടെ ബാത്റൂമിലോ പുറത്തുള്ള ഏതെങ്കിലും ഒരു ബാത്റൂമിലൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ കുറേ വെള്ളം അങ്ങ് പ്യൂരിഫൈ ചെയ്ത് കളയാം. അപ്പോൾ കളയുകയോ അത് കളക്ട് ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് അത് ചെയ്തത്. അതിന് ശേഷം നമ്മൾ അകത്തോട്ട് മാറ്റും. അപ്പോൾ ഈ വെള്ളം കളക്ട് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാവും ഇതിൽ കുറച്ച് പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റേഴ്സിൻ്റെ അകത്തുള്ള പൊടിപടലങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5-3 മണിക്കൂറോളം ഇത് നമ്മൾ വെള്ളം ഒന്ന് പുറത്ത് തുറന്ന് വിട്ടേക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. നോർമലി ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഓരൊക്കെ ഉള്ളതാണ്, കലങ്ങൾ ഓരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ഫിൽറ്ററായി നല്ല തെളിഞ്ഞ് തന്നെ വരുന്നുണ്ട്. എന്നാലും ഇതിൽ
ഉള്ള കുറച്ച് പൊടിപടലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നതാണ്. അത് കാണാൻ പറ്റും. കുറച്ച് പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം മാത്രമേ കുടിക്കാനായിട്ട് ഉപയോഗിക്കാവൂ. ഇപ്പോൾ 3 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു PP ഫിൽറ്ററിൽ നിന്ന് പോകുന്ന വെള്ളം പിന്നെ RO മെംബ്രെയിൻ വഴി ഫിൽറ്ററായി വൈറസിനെയും ജേംസിനെയും എല്ലാത്തിനെയും കൊന്നതിന് ശേഷം തിരിച്ച് വീണ്ടും കാർബൺ ഫിൽറ്ററിലോട്ട് വരും. അപ്പോൾ ഈ കാർബൺ ഫിൽറ്റർ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ അങ്ങനെയുള്ള ആസിഡിറ്റി അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിൽട്രേഷൻ സാധനത്തിൻ്റെ അസംബ്ലി. അപ്പോൾ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം കണക്ട് ചെയ്യുന്ന രീതി തെറ്റായിട്ടാണ്. അത് എടുത്ത് മറ്റേ മെയിൻ ഹൗസിങ് നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ ഇൻപുട്ടിലാണ് എല്ലാവരും ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലാണ് എല്ലാവരും ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എവിടെയാണെന്ന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ വീഡിയോസിലെല്ലാത്തിലും ഇൻപുട്ടിൽ വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അതിൻ്റെ ആ ഒരു മറ്റേ വലിയൊരു ഹൗസിംഗ് ഉണ്ടല്ലോ, ഈ സംഭവം, ആ ഹൗസിങ്ങിൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാം അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം എല്ലാവരുടെയും വീട്ടിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. വളരെ തുച്ഛമായ 1500 രൂപയ്ക്ക് അക്വാ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുകൊണ്ട് ആദ്യം നിന്ന് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇത്ര ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് 20,000 മുതൽ 21,000 ലിറ്ററാണ് അവർ പറയുന്നത്. 21,000 ലിറ്റർ വരെ നമുക്കതിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും.